നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാത 66 പണി പൂർത്തിയാകുന്ന ഭാഗങ്ങൾ ഉടൻ ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെയുണ്ടായ BJP ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വാടാനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വാട്ടർ കിയോസ്കുകൾ നാടിന് സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. ദേശീയപാത 66 പണി പൂർത്തിയാകുന്ന ഭാഗങ്ങൾ ഉടൻ ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. 2016 കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നു. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്തു. പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ തടസ്സം ഭൂമി ഏറ്റെടുക്കലാണ്. ഭൂമി ഏറ്റെടുക്കലിന് പണം കാലണ കൂടുതൽ തരാൻ സാധിക്കില്ല എന്നുള്ള നിലപാട് കേന്ദ്ര സർക്കാർ അറിയിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ പിന്നെ രണ്ട് വഴികളേ ഉള്ളൂ. നിങ്ങൾ ഈ കാണുന്ന പദ്ധതി ഉപേക്ഷിക്കണോ, പദ്ധതി ആരംഭിക്കണം. പദ്ധതി ആരംഭിക്കണമെങ്കിൽ പണം കണ്ടെത്തണം. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തീരുമാനിച്ചു. 1-2 കോടിയല്ല, 5600 കോടി. 5600 കോടി രൂപ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത വികസനത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരും പണം ചെലവഴിക്കാൻ തീരുമാനിച്ചു. ദേശീയപാത വികസനം മുഴുവൻ കഴിയാൻ കാത്തു നിൽക്കാതെ പൂർത്തീകരിച്ച ബൈപ്പാസുകളും പാലങ്ങളും സ്ട്രെച്ചുകളും നാടിനെ പെട്ടെന്ന് തന്നെ സമർപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളെ ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തുന്നതിനിടയിൽ തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൃശൂർ ജില്ലയിൽ മാത്രം 205 ഹെക്ടർ ഭൂമിയാണ് ദേശീയപാത വികസനത്തിനായി ഏറ്റെടുത്തിരിക്കുന്നത്. ജില്ലയിൽ മാത്രമായി 1274 കോടി 34 ലക്ഷം രൂപയാണ് വികസനത്തിനായി ചെലവഴിക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി സഹോദര തുല്യ സഹകരണത്തോടെ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചാണ് പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പാത കടന്നുപോകുന്ന ഓരോ മണ്ഡലത്തിലും ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിവേദനങ്ങളായി MLA-മാരുടെ നേതൃത്വത്തിൽ കൈപ്പറ്റി ദേശീയപാത അധികൃതരുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ പരിശോധിച്ചാണ് സർക്കാർ പ്രവർത്തനമെന്നും മന്ത്രി വ്യക്തമാക്കി. നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും അധികം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന, ജനസാന്ദ്രത കൂടുതലുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അപ്പോൾ ഭൂമി ഏറ്റെടുക്കലിന് കൂടുതൽ പണം ഇനി ചെലവഴിക്കാൻ സാധിക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് മുന്നിൽ പിന്നെ രണ്ടേ വഴിയുള്ളൂ. ഒന്നുകിൽ നിങ്ങൾ ഈ കാണുന്ന ഈ പദ്ധതി ആരംഭിക്കാതിരിക്കുക, അല്ലെങ്കിൽ അത് ആരംഭിക്കാൻ പണം കണ്ടെത്തുക. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാരും പണം കണ്ടെത്തും. 5600 കോടി. ഈ ഗവൺമെൻറ് വന്നു, 100-ലധികം യോഗമാണ് ഞങ്ങൾ ഭായിമാരെ പോലെ ഒരുമിച്ച് നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരിട്ട് സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു. ഇങ്ങനെ സ്ഥലം സന്ദർശിക്കുമ്പോൾ MLA, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, സാമൂഹിക പ്രവർത്തകർ, വ്യക്തികൾ, ഇവരൊക്കെ പല നിവേദനം നൽകുന്നു. ഇതിൽ പലതും പരിഹരിക്കാൻ NHAI മുൻകൈ എടുക്കുന്നുണ്ട്. നിങ്ങൾ തരുന്ന നിവേദനം വെച്ചുകൊണ്ട് ചർച്ച ചെയ്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കും. വി ക്യാൻ ഡിസ്കസ് വാട്ട് വി ക്യാൻ ഡു ഇൻ ദിസ് റിഗാർഡിംഗ് ദിസ് ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇതൊക്കെ തന്നെ ആ നിലയിൽ നമുക്ക് പരിശോധിക്കാം. മഹാരാഷ്ട്രയിൽ നിന്ന് ആരംഭിച്ച് കർണാടകയിലൂടെ കേരളത്തിലെത്തി അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്കാണ് NH66 എത്തിച്ചേരുക. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ വീതിയിൽ 6 വരിയായി സജ്ജമാവുന്ന പാത 2025ഓടെ പൂർത്തിയാവുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ കാപ്പിരിക്കാട്, ചാവക്കാട്, വാടാനപ്പള്ളി, തളിക്കുളം, SL പുരം, കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിലൂടെ കടന്നുപോകുന്ന പാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തിയത്. MLA-മാരായ മുരളി പെരുന്നെല്ലി, CC മുകുന്ദൻ, NK അക്ബർ, VR സുനിൽകുമാർ, പൊതുമരാമത്ത് സെക്രട്ടറി K ബിജു, നാഷണൽ ഹൈവേ അതോറിറ്റി കേരള റീജിയണൽ ഓഫീസർ BL മീണ, നാഷണൽ ഹൈവേ അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ, സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ്, അസിസ്റ്റന്റ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി,
കൺസ്ട്രക്ഷൻ കമ്പനി പ്രതിനിധി ശ്രീനിവാസ്, ഡെപ്യൂട്ടി കളക്ടർമാരായ അഖിൽ പി, യമുന ദേവി, വകുപ്പ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA 14ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തൃപ്രയാർ മേഖലാ സമ്മേളനം താനിയം പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് ഹാൾ TV വിനോദ് കുമാർ നഗറിൽ നടന്നു. രാവിലെ COA മേഖലാ പ്രസിഡന്റ് KR സുമേഷ് കുമാർ പതാക ഉയർത്തി സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം മാർച്ച് 2, 3, 4 തീയതിയിൽ കോഴിക്കോട് വെച്ചും ജില്ലാ സമ്മേളനം 8, 9 തീയതികളിൽ ചാലക്കുടിയിൽ വെച്ചും അതിനോടനുബന്ധിച്ച് നടക്കുന്ന മേഖലാ സമ്മേളനം നമ്മളിവിടെ തുടക്കം കുറിക്കുകയാണ്. തുടർന്ന് നടന്ന സമ്മേളനം COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് M. മൻസൂർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് വലിയ ഉയർച്ചയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ 14ാം സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോകും. സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് എൻ്റെ ഉദ്ഘാടന പ്രസംഗം എന്നുള്ള നിലക്ക് എനിക്ക് സൂചിപ്പിക്കാനുള്ള കുറച്ച് കാര്യം. നമ്മുടെ സമ്മേളനത്തിൽ തന്നെയെങ്കിലും നമ്മൾ വന്ന വഴി ഇന്ന് നമ്മൾ മികച്ച ഉന്നത നിലവാരത്തിലാണ് നിൽക്കുന്നതെങ്കിലും നമ്മുടെ സംഘടന വന്ന വഴിയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. 90കളിലാണ് നേരത്തെ സ്വാഗത പ്രസംഗത്തെ സൂചിപ്പിച്ചു നമ്മുടെ കേബിൾ TV പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കേബിൾ TV സംരംഭം ഉയർന്നു വരുന്നത്. 90കളിൽ നമ്മുടെ കേബിൾ TV സംരംഭം ആരംഭിച്ചപ്പോൾ തന്നെ അന്നേ നമ്മൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്ന് പൊതുസ്ഥലത്ത് കേബിൾ TVക്ക് ആവശ്യമായിട്ടുള്ള കേബിൾ വലിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് BSNL അന്നത്തെ കേബിൾ ഓപ്പറേറ്റർമാർക്ക് നൽകി. പൊതുസ്ഥലത്ത് കൂടി കേബിൾ വലിക്കുന്നതിനുള്ള അധികാരം പൂർണ്ണമായിട്ടും പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള BSNL-നാണ്. അതുകൊണ്ട് പൊതുസ്ഥലത്ത് കൂടി വലിച്ചിട്ടുള്ള കേബിളുകൾ അഴിച്ചു മാറ്റണമെന്നുള്ള നിർദ്ദേശം, നോട്ടീസ് അന്നത്തെ കേബിൾ ഓപ്പറേറ്റർമാർക്ക് ലഭിക്കുകയാണ്. അന്ന് നമ്മൾ സംഘടിതരല്ല. അവിടെയാണ് അന്നത്തെ കേബിൾ ഓപ്പറേറ്റർമാരിൽ പൊതു കൂട്ടായ്മ വേണമെന്ന് ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായി അന്ന് നോട്ടീസിനെതിരായിട്ട് കോടതിയെ സമീപിച്ചു, അത് സ്റ്റേ വാങ്ങി. പക്ഷെ ഒരു പൊതു കൂട്ടായ്മയുടെ ആവശ്യകത വീണ്ടും വരുന്നത് 92 SEVക്ക് പെർമിഷൻ കൊടുത്തതോടുകൂടിയാണ്. പോസ്റ്റ് ഉപയോഗിക്കുന്നതിന് പെർമിഷൻ കൊടുത്തതോടുകൂടി കൂടുതൽ ശക്തിപ്പെടുകയാണ്. നമ്മൾക്ക് ഒരു സംഘടന ആവശ്യമാണ്. ഈ കാര്യങ്ങൾ ആലോചിച്ച് പോകേണ്ടതുണ്ട് എന്ന് വളരെ ഗൗരവമായിട്ട് അന്നത്തെ പ്രധാനപ്പെട്ട ആളുകൾ ആലോചിച്ചു. മേഖലാ പ്രസിഡന്റ് KR സുമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി KB ബൈജു പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ TM റഹീം സാമ്പത്തിക റിപ്പോർട്ടും KG മനോജ് ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. COA ജില്ലാ സെക്രട്ടറി P. ആന്റണി ജില്ലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KCCL MD PP സുരേഷ് കുമാർ, COA സംസ്ഥാന സെക്രട്ടറി PB സുരേഷ്, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, KCCL ഡയറക്ടർ VP ബിജു, തൃശൂർ കേരള വിഷൻ ചെയർമാൻ PM നാസർ, തൃശൂർ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ T. ജയപ്രകാശ്, COA ജില്ലാ ട്രഷറർ CG ടോണി, TMC ചെയർമാൻ EL ടോണി, ഗ്രാമ്യ ഓർബിറ്റ് ചാനൽ MD രഘു പുളിക്കൽ, COA തൃപ്പയാർ മേഖലാ ജോയിന്റ് സെക്രട്ടറി KR ആര്യമാവ്, വൈസ് പ്രസിഡന്റ് CR രമണൻ എന്നിവർ സംസാരിച്ചു.
അയോധ്യ ശ്രീരാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് മണലൂർ യുവദർശന നഗറിൽ BJP പ്രവർത്തകർ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡ് സാമൂഹ്യദ്രോഹികൾ നശിപ്പിച്ചു. ഹിന്ദു വിശ്വാസികളുടെ മതവികാരം വ്രണപ്പെടുത്തുന്നതിന് വേണ്ടി ചില സാമൂഹ്യദ്രോഹികൾ നടത്തുന്ന ഇത്തരം പ്രവൃത്തികൾക്ക് എതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് BJP നേതൃത്വം വ്യക്തമാക്കി. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ, നിയോജകമണ്ഡലം പ്രസിഡന്റ് KS ധനീഷ്, മനോജ് മാനിന, സന്തോഷ് പണിക്കശ്ശേരി, രാജൻ മഠത്തിൽ, പ്രേമൻ നമ്പിയത്ത്, സുധീർ PC, ഗിരീഷ് കുമാർ, ഷൈജു ഇയാനി, ബിജു വാലപ്പറമ്പിൽ, പ്രദീപ്, സുബ്രൻ, അനിൽകുമാർ, പ്രതാപൻ കൂനത്ത് തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു. ഒരു കാരണവശാലും പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്തതുമായ ഒരു നീചപ്രവൃത്തി എന്ന് തന്നെയാണ് ശ്രീരാമസ്വാമിയുടെ ആ രൂപം കത്തിച്ചുകൊണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രക്കാർ നടത്തിയത്. പായലും പൂപ്പലും നിറഞ്ഞ് മലിനമായി കിടന്നിരുന്ന തൃപ്രയാറിലെ ക്ഷേത്രക്കുളത്തിലെ വെള്ളം വറ്റിച്ച് ശുചീകരിച്ചു. ആറാട്ടുപുഴ പൂരവുമായി ബന്ധപ്പെട്ട് തേവരുടെ നിരവധി ആറാട്ടുകൾ നടക്കുന്ന കുളമാണ് പുത്തൻകുളം. ക്ഷേത്രത്തിലെ ശാന്തിക്കാരുൾപ്പെടെ ദേഹശുദ്ധി വരുത്തി പൂജകൾക്ക് പോകുന്നതും ഇവിടെ നിന്നാണ്. ക്ഷേത്രക്കുളം മലിനപ്പെടുകയും ഉപയോഗശൂന്യമാവുകയും ചെയ്തതോടെ ഇവരുടെ കുളി പുഴയിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ പുഴവെള്ളവും ഉപ്പു കലർന്നതോടെയാണ് കുളം പെട്ടെന്ന് ശുചീകരിക്കേണ്ടതായി വന്നത്. അടുത്ത കാലത്ത് മത്സ്യങ്ങൾ ഉൾപ്പെടെ ചത്തുപൊന്തുകയും ചെയ്തിരുന്നു. തന്ത്രിമഠത്തിന്റെ അടിത്തറ ഇളകി കെട്ടിടത്തിന് ഭീഷണിയാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ക്ഷേത്രം തന്ത്രിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ കുളത്തിലെ വെള്ളം വറ്റിച്ച് ശുചീകരിക്കാൻ ദേവസ്വം അധികൃതർ തീരുമാനിച്ചത്. യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റായി വൈഭവ് MP ചുമതലയേറ്റു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. മുൻ മണ്ഡലം പ്രസിഡന്റ് ലയേഷ് മങ്ങാട്ട് അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ AA മുഹമ്മദ് ഹാഷിം, സുശീൽ ഗോപാൽ എന്നിവർ മുഖ്യാതിഥികളായി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് യദുകൃഷ്ണ, കിരൺ തോമസ്, ഹരിലാൽ, CG അജിത് കുമാർ, PC ജയബാലൻ, ഷൈൻ നാട്ടിക, PC മണികണ്ഠൻ, CK മണികണ്ഠൻ, രഹന ബിനീഷ്, ജീജ ശിവൻ, ഷൈഗ, ഗോപിക തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്രയാർ NES ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NSS യൂണിറ്റിന്റെയും ബ്ലഡ് ഡൊണേഷൻ ഫോറത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ബ്ലഡ് ഈസ് റെഡ് കൂട്ടായ്മയുടെയും IMAയുടെയും സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോളേജ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ നിർവഹിച്ചു. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ VS റിജി അധ്യക്ഷനായിരുന്നു. IMA പ്രതിനിധി ഡോക്ടർ NG രാധാകൃഷ്ണൻ രക്തദാന സന്ദേശം നൽകി. ബ്ലഡ് ഈസ് റെഡ് കൂട്ടായ്മ പ്രതിനിധി അസീസ് കല്ലുംപുറം, NSS കോർഡിനേറ്റർ MV ലതിമോൾ, അധ്യാപിക NC അനീജ, ബ്ലഡ് ഡൊണേഷൻ ഫോറം കോർഡിനേറ്റർ MB ദീപ, കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി അനന്തു കൃഷ്ണ എന്നിവർ സംസാരിച്ചു. NES കോളേജ് ബോർഡ് വൈസ് പ്രസിഡന്റുമാരായ PK വിശ്വംഭരൻ, AN സിദ്ധപ്രസാദ് എന്നിവരും സംബന്ധിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 91 പേർ രക്തദാനം നടത്തി. ഒരു കാര്യമാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു മിനിറ്റിലല്ല 3-4 ജീവൻ ഒഴിഞ്ഞു പോകും. മരണത്തിന് മുമ്പ് ഏറ്റവും ആവശ്യമുള്ള ആസാമിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെയുണ്ടായ BJP ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വാടാനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി VG അശോകൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ദീപൻ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, ബ്ലോക്ക് ഭാരവാഹികളായ PK ഉസ്മാൻ, ജിജു വൈക്കാട്ടിൽ, സുഗന്ധിനി ഗിരീഷ്, മണ്ഡലം ഭാരവാഹികളായ CM രഘുനാഥ്, AM നൂറുദ്ദീൻ, രാഗനാഥൻ വൈക്കാട്ടിൽ, പ്രിൻസി സുരേഷ്, മുഹമ്മദ് ആസിഫ് അലി, സുചിത്ര ദിനേഷ്, സുനിൽ ഇത്തിക്കാട്ട്, സമീർ, ഹംസ, അബ്ദുള്ള, മുഹമ്മദ് അബ്ദുള്ള, ശിവരാമൻ, സഗീർ, ഷൗക്കത്ത് അലി, ജയൻ പൊയ്യാറ എന്നിവർ നേതൃത്വം നൽകി. മണലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സ്വാന്തന പരിചരണ വളണ്ടിയർമാർക്കുള്ള പരിശീലനം കാരമുക്ക് കുറ്റൂക്കാരൻ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൻസി മരിയ തോമസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷെൽജി ഷാജു, കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കേതുൽ പ്രമോദ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് സിന്ധു CS, ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രിയേഷ് PB, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ദേവസി TJ എന്നിവർ സംസാരിച്ചു.
ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാബു, സാന്ത്വന പരിചരണ പരിശീലകൻ അക്ബർ അലി, രാമചന്ദ്രൻ കൊച്ചത്ത്, പാലിയേറ്റീവ് നഴ്സുമാരായ സിനി, ആതിര, ഷബിനി, MLASP നഴ്സ് അൻസ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ VN സുർജിത്ത്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ, വാർഡ് മെമ്പർ കവിത രാമചന്ദ്രൻ എന്നിവർ സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ചു. വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുത്ത പാലിയേറ്റീവ് വളണ്ടിയർമാർ, ആശാപ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പരിശീലനത്തിൽ പങ്കെടുത്തു. ഭാരതി ഖേദ് മസ്ദൂർ യൂണിയൻ BKMVUവിന്റെ നേതൃത്വത്തിൽ കാരമുക്ക് വില്ലേജ് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. അതിവർഷ ആനുകൂല്യവും പെൻഷനും കുടിശ്ശിക തീർത്ത് നൽകുക, ഉപാധിരഹിത പെൻഷൻ നൽകുക, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. സംസ്ഥാന കൗൺസിൽ അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. ഷീല വേണു അധ്യക്ഷത വഹിച്ചു. BKMVU മണ്ഡലം സെക്രട്ടറി PS ജയൻ, മണ്ഡലം ജോയിന്റ് സെക്രട്ടറി PV ഗിരീഷ് എന്നിവർ സംസാരിച്ചു. ഭരണഘടനയുടെ പ്രചാരകരായി മാറിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരവുമായി സാംസ്കാരിക പ്രവർത്തകൻ വേറിട്ട പഠന പ്രവർത്തനങ്ങളിലൂടെയും ഭരണഘടനാ ആമുഖത്തിൻ്റെ പ്രചാരണത്തിലൂടെയും സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ വലപ്പാട് GDM LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഹബീബ് വലപ്പാട് ഫൗണ്ടേഷൻ ചെയർമാനും സാംസ്കാരിക പ്രവർത്തകനുമായ RI സക്കറിയ ഉപഹാരവുമായി എത്തിയത്. വിദ്യാലയം നടത്തിവരുന്ന വേറിട്ട പഠന പ്രവർത്തനങ്ങൾക്ക് പിന്തുണയായി 500,000 രൂപ വിലമതിക്കുന്ന കളർ ലേസർ പ്രിന്ററാണ് സമ്മാനമായി നൽകിയത്. വിദ്യാലയത്തിലെ 1-2 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ അറിവ് പുസ്തകങ്ങളുടെ പ്രകാശനവും RI സക്കറിയ നിർവഹിച്ചു. ഭരണഘടനയുടെ ആമുഖം മനഃപ്പാടമാക്കിയ LKG വിദ്യാർത്ഥി അതുൽ കൃഷ്ണ, ശ്രീബാല എന്നിവർക്കുള്ള ഉപഹാരവും മികച്ച കയ്യക്ഷരത്തിനുള്ള സമ്മാനവും സക്കറിയ വിതരണം ചെയ്തു. ഉപജില്ലാ കലോത്സവം, ശാസ്ത്രമേള എന്നിവയിലെ വിജയികളുടെ ആശംസാ ചിത്രത്തിന്റെ പ്രകാശനവും നടന്നു. പ്രധാന അധ്യാപകൻ CK ബിജോയ് അധ്യക്ഷത വഹിച്ചു. സീമ സക്കറിയ, റാഫി, RR സുബ്രഹ്മണ്യൻ, PM റഷീദ്, CB സുബിത എന്നിവർ സംസാരിച്ചു. ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കാൻ അതിൻ്റെ ശിലാസ്ഥാപനം നടത്താൻ വേണ്ടിയിട്ടാണ് ഗുരുദേവൻ ഇവിടെ എത്തിയത്. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. പക്ഷേ ഗുരുദേവൻ എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടത് വിദ്യാലയമാണ്, ക്ഷേത്രം അല്ല വിദ്യാലയമാണ് പറയുന്നത് മനസ്സിലാവണ്ട. അവർ ഇതാണ് വളരെ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത്, പുണ്യമായ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ കൂടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗുരുദേവൻ സ്ഥാപിച്ച ഒരു സ്കൂളിൽ തന്നെ പറയാം. ഇന്ന് നമ്മൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇതിൽ ശ്രീദേവി ഉണ്ടാവും, പിന്നെ നമ്മുടെ റഷീദിൻ്റെ മക്കളവരൊക്കെ ഉണ്ടല്ലോ, വ്യത്യസ്തമായ മതത്തിലുള്ള. പക്ഷേ ഇന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട്, നമ്മളെപ്പോലുള്ളവരെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നത് ഇവിടുത്തെ വർഗീയതയാണ്. കോഴിക്കോട് സർവകലാശാല PG പരീക്ഷയിൽ അന്തിക്കാട് സ്വദേശിനിയും തൃശൂർ കേരളവർമ്മ കോളേജ് വിദ്യാർത്ഥിനിയുമായ NV അഞ്ജനയ്ക്ക് 3ാം റാങ്ക്. നടുപ്പറമ്പിൽ വാസന്റെയും രത്നത്തിന്റെയും മകളാണ് അഞ്ജന. ഇനിയൊരു ഇടവേള. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി, പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു, മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്ന്? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും.
ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകളിലേക്ക്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വാട്ടർ കിയോസ്കുകൾ നാടിന് സമർപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ജൂബി പ്രദീപ്, തളിക്കുളം ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജോഷ് ആനന്ദൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, വാർഡ് മെമ്പർമാരായ സുരേഷ് ഇയാനി, മണികണ്ഠൻ, SN കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുബിൻ, മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ജയ തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടിക SN കോളേജിന് പുറമെ വിൻഷുവർ കോളനി, VPM SNDP സ്കൂൾ, കൊടിയമ്പുഴ ക്ഷേത്രം, സൊസൈറ്റി സെന്റർ, തളിക്കുളം ഹോമിയോ ആശുപത്രി, പുനരധിവാസ കോളനി, വാടാനപ്പള്ളി സെറ്റിൽമെന്റ് കോളനി, ഏങ്ങണ്ടൂർ നാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലാണ് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 38 ലക്ഷം രൂപ ചിലവഴിച്ച് വാട്ടർ കിയോസ്കുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഞങ്ങൾ ധരിച്ചത് നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഗതി വരില്ല എന്നുള്ളതാണ്. പെട്രോളില്ലെങ്കിലും കുടിവെള്ളത്തിന് യാതൊരു ക്ഷാമവും ഉണ്ടാവില്ല, പണം കൊടുത്ത് കുടിവെള്ളം മേടിക്കുന്നതായിട്ട് വരില്ല എന്നാണ് ഞങ്ങൾ അന്ന് എഴുതിയിരുന്നത്. പക്ഷെ കാലം തെളിയിച്ചു നമുക്കും കുടിവെള്ളത്തിന് പണം കൊടുത്ത് മേടിച്ച് ദാഹം മാറ്റാവുന്ന ജീവൻ നടത്തുന്ന രീതിയിലേക്ക് നമുക്ക് മാറി. പ്രിയമുള്ള, ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം. നിങ്ങൾക്കറിയാമല്ലോ, 2 ടൈമുകളിലായിട്ട് 3055 മില്ലിമീറ്റർ മഴ നമുക്ക് ലഭിക്കുന്നത് എന്നാണ് കണക്ക്. നമുക്കാണെങ്കിൽ ഒരുപാട് നദികളുള്ളതാണ് നമ്മുടെ നാട്. 44 നദികളാണ് നമുക്കുള്ളത്. അതിൽ തന്നെ 49 നദികൾ പടിഞ്ഞാറ്റൊഴുകുകയും 3 നദികൾ കിഴക്കോട്ട് ഒഴുകി. CPM കാഞ്ഞാണി വടക്ക് ബ്രാഞ്ചും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ദന്തൽ വിഭാഗവും സംയുക്തമായി സൗജന്യ ദന്തൽ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാഞ്ഞാണി മരിയ ഓഡിറ്റോറിയത്തിൽ CPM മണലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KV ഡേവിസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജനാർദ്ദൻ മണ്ണുമൽ അധ്യക്ഷത വഹിച്ചു. KR അഭിരാജ്, ഷാരി ജൂബിൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സായ വിവേക് എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ നമ്മുടെ മൊബൈൽ ഡെൻ്റൽ ക്ലിനിക്ക് എന്ന് പറയുന്നത്, അതായത് ഒരു ആധുനിക ഡെൻ്റൽ ക്ലിനിക്കിൽ ലഭിക്കുന്ന മിക്ക ചികിത്സകൾക്കും നമുക്ക് സമൂഹത്തിൽ ഇറങ്ങി ചെന്നിട്ട് ചികിത്സ കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത്. 2 ചെയറോട് കൂടിയാണ് ഈ മൊബൈൽ ഡെൻ്റൽ ക്ലിനിക്ക് ഗവൺമെൻറ് ഡെൻ്റൽ കോളേജ് തൃശ്ശൂരിൻ്റെ ഈ ചെയർ ക്ലിനിക്ക് വർക്ക് ചെയ്യുന്നത്. ഈ ക്ലിനിക്കിൽ നമുക്ക് ബേസിക്കായിട്ടുള്ള എല്ലാ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ്സും ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ലഭ്യമാണ്. അതായിട്ടുള്ള പല്ലെടുക്കാനുള്ളതും പല്ലടയ്ക്കാനുള്ളതും പല്ല് ക്ലീൻ ചെയ്യാനുള്ളത് എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ്. ഇത് സമൂഹത്തിലോട്ട് ഇറങ്ങിച്ചെന്ന് അവർക്ക് ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിക്കുന്നത്. പഴുവിൽ ശ്രീമൂലസ്ഥാനം വിഷ്ണുമായ മഹാക്ഷേത്രത്തിലെ തിറവെള്ളാട്ടിനോടനുബന്ധിച്ച് നടത്തുന്ന ചന്ദ്രഹാസ അഖിലേന്ത്യാ നൃത്ത സംഗീതോത്സവത്തിന്റെ 2ാം ദിവസമായ തിങ്കളാഴ്ച വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം മണപ്പുറം ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ഞാനിതിലെ സാധാരണ സഞ്ചരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിലൂടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ എപ്പോഴും കുമ്പിടാനും തൊഴാനും അതുപോലെ തന്നെ ആ ദിവസം നല്ലതാക്കാനൊക്കെ ഉള്ള ഒരു അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ്. എന്നാൽ ഈ ക്ഷേത്രം വളരെ പുരാതനമായ ക്ഷേത്രമാണ് എന്നതും അത് ഒരു ഭക്തജനങ്ങൾക്കും ഉള്ള പൂജാകർമ്മങ്ങളും അതോടൊപ്പം തന്നെ കലാവാസനകളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ
ചെയ്യുന്നു എന്നുള്ളത് വളരെയേറെ സന്തോഷം തോന്നുന്നു. ക്ഷേത്രം മഠാധിപതി സുഹാസ് ചന്ദ്രഹാസ് സ്വാമിജി അധ്യക്ഷനായി. 25,000 രൂപയും ഫലകവും ബഹുമതി പത്രവും അടങ്ങിയ പ്രഥമ ചന്ദ്രഹാസനാഥ പുരസ്കാരം ചലച്ചിത്ര സംവിധായകൻ വിദ്യാധര മാസ്റ്റർക്ക് സമർപ്പിച്ചു. നിഷ ജോഷി, സരിത ശോഭിൻ, CV സന്തോഷ് എന്നിവർക്കുള്ള ബിസിനസ് ഐക്കൺ അവാർഡും VP നന്ദകുമാർ ചടങ്ങിൽ കൈമാറി. സംസ്ഥാന തലത്തിൽ മോഹിനിയാട്ടത്തിൽ തുടർച്ചയായി 1ാം സ്ഥാനം ലഭിച്ച ആവണി ജയചന്ദ്രൻ, ജില്ലാതല ശാസ്ത്രീയ സംഗീതത്തിൽ 1ാം സ്ഥാനം ലഭിച്ച കൃഷ്ണദേവ് ദിലീപ് എന്നിവർക്ക് കലാപ്രതിഭ അവാർഡും വിജയൻ പയ്യന്നൂരിന് ജ്യോതിഷ സുവർണമുദ്ര അവാർഡും നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ശലഭയ്ക്ക് കർമ്മശ്രേഷ്ഠ പുരസ്കാരവും ചടങ്ങിൽ വിദ്യാധരൻ മാസ്റ്റർ സമ്മാനിച്ചു. ഉച്ചയ്ക്ക് നടന്ന ജില്ലാതല തിരുവാതിരക്കളി മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ കുന്നംകുളം ഭൂമിക തിരുവാതിരക്കളി സംഘത്തിനും 2ാം സ്ഥാനം നേടിയ മിണാലൂർ ശ്രീ വിഘ്നേശ്വര തിരുവാതിര സംഘത്തിനും ക്യാഷ് അവാർഡും ഫലകവും സമ്മാനിച്ചു. തെരഞ്ഞെടുത്ത 50 കുടുംബങ്ങൾക്കുള്ള സഹായ വിതരണം കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത് നിർവഹിച്ചു. ദിവാസ് ആലക്കൽ, ബിനോയ് തൈപ്പറമ്പത്ത്, സംഘാടക സമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, പ്രോഗ്രാം കൺവീനർ ജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രഹാസ നൃത്ത സംഗീതോത്സവത്തിന്റെ 4ാം ദിവസമായ ബുധനാഴ്ച വൈകിട്ട് 7 മണിക്ക് സംഗീതജ്ഞൻ കണ്ണൻ ജി നാഥ് അവതരിപ്പിക്കുന്ന ഭക്തി സംഗീത നിശ അരങ്ങേറും. ആ സാഹചര്യത്തിൽ അന്നേ ദിവസം തന്നെ എനിക്ക് ഒരു പുരസ്കാരം, ആദ്യമായ പുരസ്കാരം ഇവിടെ നിന്ന് എനിക്ക് തരുന്നു, ഞാൻ സ്വീകരിച്ചു. അപ്പോൾ അതൊരു വലിയൊരു പുണ്യദിനമായി ഞാൻ ഈ ദിവസത്തെ കാണും. ഇത്രയും നല്ലൊരു ദിവസം അറിഞ്ഞാണോ അറിയാതെയാണോ എന്തായാലും വന്നു ചേർന്നു, എനിക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു, നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞു. അപ്പോൾ സ്വാമിയുടെ അനുഗ്രഹവും നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് തീർച്ചയായും. ഈ മാസം 24 മുതൽ 26 വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബിൽ നടക്കുന്ന ഇന്റർനാഷണൽ സ്പോർട്സ് മീറ്റിന്റെ പ്രചരണാർത്ഥം വാടാനപ്പള്ളിയിൽ K-വാക്ക് സംഘടിപ്പിച്ചു. ഗണേശമംഗലം ക്ഷേത്ര പരിസരത്ത് നിന്ന് നടത്തിയ K-വാക്ക് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക പ്രവർത്തകർ, ക്ലബ്ബ് പ്രവർത്തകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ സർക്കാർ വന്നതിന് ശേഷം എല്ലാ പഞ്ചായത്തുകളിലും ഒരു കളിസ്ഥലം ഒരുക്കുക എന്നുള്ളതാണ്. സെക്രട്ടറി നേരത്തെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നതുപോലെ നമ്മുടെ പ്രദേശത്തെ വിഷയങ്ങൾ ഒരുപാടുണ്ട്. നമ്മളൊക്കെ തന്നെ ഒരുപാട് തിരക്ക് പിടിച്ച് ജീവിതം നയിക്കുന്നവരാണ്. പഴയ കാലം മുതൽ ഇവിടെ ജനിച്ചു വളർന്നവരാണ് നമ്മളെല്ലാവരും. നമ്മുടെ പാടങ്ങളും പാടശേഖരങ്ങളും കരകൗശല നിർമ്മിതിയിൽ ഒറിജിനലിനെ വെല്ലുന്ന രൂപമാതൃകകളുമായി മണലൂർ സ്വദേശി അജു വേറിട്ട അനുഭവം പകരുന്നു. ഒരാളെപ്പോലെ 7 പേർ ഉണ്ടെന്നാണ് പറയാറുള്ളത്. ചാർലി ചാപ്ലിനെ പോലുള്ളവരെ കണ്ടെത്താൻ നടത്തിയ മത്സരത്തിൽ യഥാർത്ഥ ചാപ്ലിന് 4ാം സ്ഥാനമാണ് ലഭിച്ചത്. ഇതേ അനുഭവം പകർന്നു തരുന്നവയാണ് മണലൂർ സ്വദേശിയാണ് അജുവിൻ്റെ രൂപകൽപ്പനകൾ. തീർത്തും വേറിട്ട നിരവധി രൂപമാതൃകകളാണ് അജു നിർമ്മിച്ചിട്ടുള്ളത്. ഇവയിൽ ശബരിമല സന്നിധാനം, തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരനട, പാറേമക്കാവ് ക്ഷേത്രനട, പാലക്കാടൻ ഗ്രാമം, കടപ്പുറത്തിൻ്റെ ദൃശ്യം, ഗ്രാമീണ ഭംഗികൾ എന്നുവേണ്ട വാഴയിലയിൽ തയ്യാറാക്കിയ പപ്പടം കാച്ചിയത് ഉൾപ്പെടെയുള്ള സദ്യവട്ടങ്ങളും കണിവെള്ളരിയും തൂക്കുവിളക്കും ബസ്സും വരെ അജുവിൻ്റെ നിർമ്മിതി ശേഖരത്തിൽ ഉൾപ്പെടുന്നു. പുറമെ തൃശൂർ ഗുരുവായൂർ റൂട്ടിലോടിയിരുന്ന ശ്രീകൃഷ്ണ ബസിൻ്റെ അതേ മാതൃകയും അംബാസിഡർ കാർ, ട്രാവലർ, ഓട്ടോറിക്ഷ എന്നിവയുടെ മാതൃകകളും ഇവയിൽ ഉൾപ്പെടുന്നുണ്ട്. നാൽപ്പതുകാരനായ അജു വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ജോലി സമയങ്ങളിലെ ഇടവേളകളിൽ ഫോറക്സ് പേപ്പർ, സ്ക്രബ്സ്,
എന്നിവ ഉപയോഗിച്ചാണ് ഇവയുടെ രൂപകൽപ്പനകൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഓരോ നിർമ്മിതികളും ഓരോ പ്ലേറ്റുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പാലക്കാടൻ ഗ്രാമങ്ങളിലെ പനകളും വീടുകളും കൗതുകം ജനിപ്പിക്കുന്നവയാണ്. കുടമാറ്റം നടക്കുന്ന തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ തെക്കേ ഗോപുരനടയിലെ ഇറക്കവും സമീപം നിലകൊള്ളുന്ന ഉണങ്ങിയ മരം പോലും അതേ മികവിൽ അജു രൂപകൽപ്പന ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കാലഘട്ടങ്ങളിൽ വണ്ടികളാണ് കൂടുതൽ ചെയ്തിരുന്നത്. വണ്ടികളുടെയാണ് ക്രേസ് ആയിരുന്നത്. അപ്പോൾ വണ്ടികളാണ് കൂടുതൽ ചെയ്തിരുന്നത്. അപ്പോൾ പിന്നെ എല്ലാവരും വണ്ടികൾ ചെയ്യുന്ന ആളുകളായ കാരണം നമ്മൾ അതിനോട് അത്ര അങ്ങോട്ട് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല. ഇപ്പോൾ എല്ലാവർക്കും വണ്ടികളെ പറ്റി ഡീറ്റെയിൽസ് അറിയണമെന്നില്ലല്ലോ. അപ്പോഴാണ് നമ്മളൊരു പുതിയതായിട്ടൊരു ബേസ് ചെയ്യണമെന്ന് വെച്ചപ്പോൾ ഈ കിണ്ണത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. കിണ്ണത്തിൽ അപ്പോൾ കിണ്ണത്തിൽ ആരും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. കിണ്ണത്തിൽ അങ്ങനെ ആരും, കുപ്പിയിലൊക്കെ ഓരോരുത്തർ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ കിണ്ണത്തിൽ അങ്ങനെ ആരും വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ പലപ്പോഴും പല സൈറ്റിലും ചെക്ക് ചെയ്തിട്ടുണ്ട്, കിണ്ണത്തിൽ അങ്ങനെ ആരും ചെയ്തിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ കിണ്ണത്തിൽ തൃശ്ശൂരുള്ള മെയിനായിട്ടുള്ള വടക്കുന്നാഥനും പാറേമക്കാവും ചെയ്യുന്നത്. ഫസ്റ്റ് പിന്നെ മെയിനായിട്ടുള്ള ശബരിമല എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു അധികാരം ചെയ്യാത്തൊരു സാധനമാണല്ലോ. അത്രയും വളരെ ചെറുതാക്കി എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. വലിയ മോഡൽസ് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ചെറുതാക്കി ചെയ്യണത് അപൂർവമായിരിക്കും ചെറുതായിട്ട് ചെയ്തത്. പിന്നെ അത് വർക്ക് ചെയ്തിട്ടുള്ളത് ഫോറക്സ് എന്ന് പറഞ്ഞ ഷീറ്റിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഫോറക്സ് അത് ഇവിടെ അവൈലബിൾ ആണ്, തൃശ്ശൂരൊക്കെ അവൈലബിൾ ആണ്. സാധാരണ അത് ഈ നെയിം ബോർഡിനൊക്കെയാണ് ഫോറക്സ് ഉപയോഗിക്കാറ്. അത് 1 മില്ലി 2 മില്ലി 3 മില്ലി സൈസിലുള്ള ഫോറക്സ് ഉണ്ട്. അത് പിന്നെ ഞാനിത് ചെയ്തിട്ടുള്ളതൊന്നും ഇവിടെ ചെയ്തിട്ടുള്ളതല്ല. അതൊക്കെ അവിടെ റൂമിൽ ഒഴിവ് സമയങ്ങളിൽ ചെയ്തിട്ടുള്ള വർക്കാണ്. ഇവിടെ എന്നിട്ട് ഞാൻ വരുമ്പോൾ എല്ലാതും കൊണ്ടുവരാറ് പതിവ്. ഇവിടെ ചെയ്തിട്ടുള്ള വർക്കുകളല്ല തോന്നുന്നു. വർക്കുകളൊന്നും ഞാൻ പുറത്ത് കൊടുത്തിട്ടില്ല. പിന്നെ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വർക്ക് ചെയ്തിട്ട് നമ്മളൊരു ഏജ് ആകുമ്പോൾ, നമുക്കൊക്കെ നല്ലൊരു വയസ്സാകുമ്പോൾ നമുക്കിതൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. കാരണം നമ്മളൊക്കെ ചെയ്തിട്ടുള്ളതാണെന്ന് നമ്മുടെ മക്കൾക്കായാലും പറയാറ്. അത് കാരണം പുറത്ത് കൊടുത്തില്ല. നമ്മളിപ്പോൾ വേറൊരാളുടെ എൻ്റെ ഒരു വർക്ക് ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞേക്കാളും നല്ലത് എൻ്റെ ഒരു വർക്ക് ഉണ്ടെന്ന് പറയണതല്ലേ നല്ലത്. അതായത് പുറത്തായിരിക്കും. ഇതിലെങ്ങനെ താല്പര്യം വന്നു? കുട്ടികളെ മക്കൾ എങ്ങനെ ആർട്ട് വർക്കുകൾ താല്പര്യമുണ്ടോ? അങ്ങനെ പഠിച്ചതാണോ, സ്വയം പഠിച്ചതാണോ, ആരെങ്കിലും? ഇല്ല, ഞാനിത് ചെറുപ്പം മുതലേ ഇങ്ങനെ ചെറിയ വർക്കുകൾ ചെയ്യാറുണ്ട്. പിന്നെ വലുതായപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഷാർജയിൽ ആർട്ടിസ്റ്റിക് എന്ന് പറഞ്ഞ കമ്പനിയാണ് ജോലി ചെയ്യുന്നത്. അവിടെ ഇതുപോലത്തെ ഒരു മോഡൽ മേക്കിംഗ് കമ്പനിയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് പുതിയ ഐഡിയാസും കാര്യങ്ങളൊക്കെ അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് കിട്ടി തുടങ്ങിയത്. ഇവിടെ നമുക്ക് അത്ര വലിയ ഐഡിയകളൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. വർക്ക് ചെയ്തിരുന്നാൽ പോലും അത്ര വലിയ ഐഡിയകളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ പോയപ്പോഴാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പുതിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ അവിടെ പോയപ്പോഴാണ് പഠിച്ചത്. ഈ പ്ലേറ്റിൽ ഉണ്ടാക്കുന്ന മൂവ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണോ? എന്താണ് പ്ലേറ്റിൽ അങ്ങനെയില്ല. നമ്മൾ ഇപ്പോൾ പാറേമക്കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഫൗണ്ടല്ലേ, വലിയൊരു ബേസിൽ നിൽക്കുന്ന സ്ഥലമാണ് പാറേമക്കാവ്. ആ പാറേമക്കാവിനെ നമ്മളൊരു കിണ്ണത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അത്രയും വലിയൊരു പ്രൊജക്റ്റ് നമ്മളൊരു കിണ്ണത്തിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയൊരു ടാസ്ക്കാണ് സത്യം. പാറമേക്കാവ് ഭഗവതി ക്ഷേത്ര നടയുടെ ദൃശ്യഭംഗിയും മികവോടെ തന്നെ നിർമ്മിച്ചിരിക്കുന്നു. ശബരിമല സന്നിധാനത്തിൻ്റെ രൂപകൽപ്പനയിൽ ശ്രീകോവിലിൽ ഇരിക്കുന്ന ശാസ്താവിൻ്റെ പ്രതിഷ്ഠയും കൊടിമരവും 18 പടികളും നയനമനോഹരമായി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കടപ്പുറത്തിൻ്റെ ദൃശ്യങ്ങളിൽ ലൈറ്റ് ഹൗസും പള്ളിയും കടലുമെല്ലാം യഥാതഥമായി തന്നെ ഒരുക്കിയിരിക്കുന്നു. തൂക്കുവിളക്ക്, കണിവെള്ളരി, വാഴയിലയിലെ കാച്ചിയ പപ്പടം ഉൾപ്പെടെയുള്ള സദ്യവട്ടങ്ങൾ മുതലായവയും കാഴ്ചക്കാരിൽ വേറിട്ട അനുഭവം പകരുന്നു. വിപണനത്തിനു വേണ്ടിയല്ലാതെ തീർത്തും കൗതുകം ഒന്നുകൊണ്ട് മാത്രമാണ് താൻ ഇവയുടെ നിർമ്മാണത്തിൽ തൽപരനായതെന്നാണ് അജു പറയുന്നത്. വൃത്തിഹീനമായി കിടന്നിരുന്ന അന്തിക്കാട് സെന്ററും പരിസര പ്രദേശങ്ങളും ശുചീകരിച്ച് നവഭാരത് ക്ലബ് പ്രവർത്തകർ. അന്തിക്കാട് കാഞ്ഞിരച്ചോട് പൂരം, മകരച്ചൊവ്വ, പുത്തൻപള്ളിക്കാവ് പൂരം, അന്തിക്കാട് പള്ളിപ്പെരുന്നാൾ എന്നീ ആഘോഷങ്ങൾ കടന്നുപോകുന്ന പ്രധാന വഴിയായ സെന്ററിൽ റോഡിനിരുവശവും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളും മറ്റും നിറഞ്ഞു കിടന്നിരുന്നു. ഇവയാണ് ക്ലബ് പ്രവർത്തകർ വൃത്തിയാക്കിയത്.
അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് തളിക്കുളം ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ഭജന, സത്സംഗം, പ്രഭാഷണം എന്നിവ സംഘടിപ്പിച്ചു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ജയബാലൻ കടവിൽ ഭദ്രദീപം കൊളുത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. സ്വാമി തേജസ്വരൂപാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി. തുടർന്ന് ആരതി, പുഷ്പാർച്ചന, ശബരിഭോജനം, പ്രസാദ വിതരണം എന്നിവ നടന്നു. വൈകുന്നേരം ക്ഷേത്രത്തിൽ ചുറ്റുവിളക്കും ചിരാതു കത്തിച്ച് ദീപാലങ്കാരവും ഉണ്ടായിരുന്നു. രാഷ്ട്രസേവിക സമിതി പ്രവർത്തകരായ ഹൃദ്യ രഘു, ഉമാദേവി, ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറി കെ ഫൽഗുണൻ, സുധീന്ദ്ര ബാബു, സേതുനാഥൻ, ജലേഷ്, ഷിനോജ്, സായൂജ്, പവിത്രൻ, ശ്രീവാസ്, ബഗീഷ് പൂരാടൻ, സേതുനാഥൻ, മണികണ്ഠൻ ആലയിൽ, ശശിധരൻ, സുധീന്ദ്രബാബു എന്നിവർ നേതൃത്വം നൽകി. ഉറച്ച നിഷ്ഠയോടെ സ്ഥിതപ്രജ്ഞയോടെ അവർ തിന്മകളെ നേരിട്ടു. അതുകൊണ്ട് നമുക്ക് രാമായണം ഇന്നും ഏറ്റവും മാതൃകാ ഗ്രന്ഥമായി മാറിയത്. അത് വീട്ടിൽ വെറുതെ വായിച്ചുകൊണ്ട് മാത്രമല്ല, പല ആളുകളും വായിക്കുകയും ചെയ്യില്ല. അത് പൂജ വെപ്പിന് കൊണ്ടു വെച്ച് പുസ്തക പൂജ വയ്ക്കുമ്പോൾ പൂജിക്കാൻ വെക്കും. അപ്പോൾ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും എന്നാണ് ധാരണ. അത് വെച്ച് കഴിഞ്ഞാൽ പല ചീടോ മറ്റൊക്കെ വീട്ടിലോ പൂച്ചിയോ ഒക്കെ അങ്ങനെ പറയില്ലേ, വീട്ടിലെ പൂച്ചികൾ അതൊക്കെ തിന്നു പോകുന്നല്ലാതെ നിങ്ങൾക്കൊരു ഗുണം അതിന് കിട്ടാൻ പോകുന്നില്ല. നമുക്ക് ഗുണം കിട്ടണമെങ്കിൽ നമ്മൾ അതിൽ പറയുന്ന പ്രക്ഷിപ്തമായ ധർമ്മഭാഗങ്ങളെ നമ്മളുടെ ജീവിതത്തിൽ പുലർത്താനും പകർത്താനും ശ്രമിക്കണം. അയോധ്യ ശ്രീരാമ പ്രാണ പ്രതിഷ്ഠാ ആഘോഷത്തിന്റെ ഭാഗമായി പുത്തമ്പീടിക തണ്ടാശ്ശേരി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച രാവിലെ മാതൃസംഘം പ്രത്യേക നാമജപവും ഭക്തർക്ക് പ്രസാദ ഊട്ടും വൈകിട്ട് ദീപാലങ്കാരവും നടന്നു. പ്രസിഡന്റ് അനിൽകുമാർ, സെക്രട്ടറി ജയപ്രസാദ്, ട്രഷറർ മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി. നാട്ടിക ഇയാനി ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് ആറാട്ട് നടന്നു. രാവിലെ പള്ളിയുണർത്തൽ, മഹാഗണപതി ഹവനം, ഉഷപൂജ, ആറാട്ടുബലി, ക്ഷേത്രകുളത്തിൽ ആറാട്ട്, ആറാട്ട് കഞ്ഞി വിതരണം, തുടർന്ന് പഞ്ചവാദ്യം, തിരിച്ചെഴുന്നള്ളിപ്പ്, കൊടിയിറക്കൽ, പഞ്ചവിംശതി, കലശാഭിഷേകം, ഉച്ചപൂജ, ശ്രീഭൂതബലി എന്നിവ നടന്നു. ക്ഷേത്രം ഗുരുപദം വിവേക് ശാന്തി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് ഇ.കെ. സുരേഷ്, സെക്രട്ടറി സുരേഷ് ഇയാനി, ട്രഷറർ ഇ.എൻ.ടി. സ്നിതീഷ്, ജോയിന്റ് സെക്രട്ടറി ഇ.എൻ. പ്രദീപ് കുമാർ, രാജു ഇയാനി, തിലകൻ ഞായക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. നാട്ടിക ശ്രീ ആര്യഗിരി ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് പറയെടുപ്പ് ആരംഭിച്ചു. രാവിലെ മഹാഗണപതി ഹവനം, ഉഷപൂജ, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. തുടർന്നാണ് പറയെടുപ്പ് നടന്നത്. ക്ഷേത്ര മേൽശാന്തി ഹരീഷ് മുഖ്യ കാർമ്മികനായി. ജനുവരി 30 ചൊവ്വാഴ്ചയാണ് ക്ഷേത്ര മഹോത്സവം. ഉത്സവ ദിവസം 7 ആനകളുടെ അകമ്പടിയോടെ നടക്കുന്ന എഴുന്നള്ളിപ്പിന് തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റും. പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ മേളവും നടക്കും. തുടർന്ന് ദീപാരാധന, വർണ്ണമഴ, രാത്രി ഗാനമേള, കേളി, പറ്റ്, തായമ്പക, പുലർച്ചെ താലപ്പൊലിയോടുകൂടിയ എഴുന്നള്ളിപ്പ് എന്നിവയും നടക്കും. തൃപ്രയാർ ബീച്ച്, പനക്കൽ, പാണ്ഡികശാലയ്ക്കൽ ശ്രീ ദുർഗാഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. രാവിലെ നിർമ്മാല്യ ദർശനം, അധിവാസം വിടർത്തി പൂജ, പ്രസാദ പ്രതിഷ്ഠ,
നടക്കൽ പറയെടുപ്പ്, പീഠപ്രതിഷ്ഠ, ഭദ്രകാളി പ്രതിഷ്ഠ, കലശാഭിഷേകം, മംഗളപൂജ, ഉച്ചയ്ക്ക് അമൃതഭോജനം, വൈകിട്ട് പൂരം എഴുന്നള്ളിപ്പ്, താലം എഴുന്നള്ളിപ്പ്, ദീപാരാധന, രാത്രി അത്താഴപൂജ, തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ, തായമ്പക, മഹാഗുരുതി എന്നിവയും നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ കരുമാത്ര വിജയൻ ശാന്തി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് PR രഞ്ജിത്ത്, സെക്രട്ടറി വിജയൻ PK, ട്രഷറർ നന്ദനൻ PM എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. കാഞ്ഞാണി സെന്റ് തോമസ് പള്ളിയിലെ തിരുനാളിന്റെ 8-ാമടത്തോടനുബന്ധിച്ച് ഇടവകയിലെ 150ഓളം കലാകാരന്മാർ അവതരിപ്പിച്ച ദിദിമോസ് എന്ന ചരിത്ര നാടകം അരങ്ങേറി. ഫാദർ ഫിജോ ആലപ്പാടൻ രചനയും സംവിധാനവും നിർവഹിച്ച നാടകത്തിന് ഇടവക വികാരി ഫാദർ റാഫി തട്ടിൽ, കൈക്കാരന്മാരായ CV ഫ്രാൻസിസ്, KA തോമസ്, EC ഫ്രാൻസിസ്, കൺവീനർ ആബിറ്റ് ബിജു എന്നിവർ നേതൃത്വം നൽകി. പറയൂ മന്ത്രി, നമ്മുടെ ഈ പിറന്നാൾ ദിവസം എന്ത് സന്തോഷ വാർത്തയാണ് താങ്കൾക്ക് നമ്മെ അറിയിക്കാനുള്ളത്? അതെ മഹാരാജൻ, സന്തോഷ വാർത്ത തന്നെയാണ് എനിക്ക് അങ്ങേ അറിയിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കടപ്പുറത്ത് വലിയ തടി കഷ്ണങ്ങൾ അടിഞ്ഞുകൂടിയ കാര്യം ഞാൻ അങ്ങേ അറിയിച്ചിരുന്നു. നാം അതോർക്കുന്നുണ്ട് മന്ത്രി. നമ്മുടെ മല്ലന്മാർ വിചാരിച്ചിട്ട് തീരത്തേക്ക് അടുപ്പിക്കാൻ കഴിയാതിരുന്ന വലിയ തടി കഷ്ണങ്ങൾ. അതേ രാജൻ. വലപ്പാട് ചരുവിൽ ശ്രീ ഭദ്രകാളി അന്നപൂർണേശ്വരി ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. രാവിലെ നിർമ്മാല്യ ദർശനം, ഗണപതി ഹവനം, വിശേഷാൽ പൂജ, പന്തീരടി പൂജ, കാഴ്ച ശീവേലി, പറയെടുപ്പ്, ഉച്ചപൂജ, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് ഉത്സവം എഴുന്നള്ളിപ്പ്, ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല, ദേവാനന്ദ മേളങ്ങൾ, അത്താഴപൂജ, തായമ്പക, വിളക്കിനെഴുന്നള്ളിപ്പ്, ഗുരുതി തർപ്പണം എന്നിവ നടന്നു. ക്ഷേത്രം ശാന്തി അഭിറാം മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് CV കുട്ടൻ, സെക്രട്ടറി CB രാജീവ്, ട്രഷറർ CR അനിൽകുമാർ, ജോയിന്റ് സെക്രട്ടറി CG സുഭാഷ്, വൈസ് പ്രസിഡന്റ് CK സദാശിവൻ, ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്തു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു.
ഏങ്ങണ്ടിയൂർ ശ്രീ സുബ്രഹ്മണ്യ ശാസ്താമംഗല ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് കൊടിയേറി. ദീപാരാധനയ്ക്ക് ശേഷം നടന്ന കൊടിയേറ്റ് കർമ്മം തന്ത്രി NV ബൈജുരാജ് നിർവഹിച്ചു. മുനമ്പം വേലുണ്ണി ശാന്തി സഹകാർമ്മികനായി. ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ AS മദനൻ, AS ഉണ്ണികൃഷ്ണൻ, PK ഷിനോദ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. തൈപ്പൂയ ആറാട്ട് ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് കാഴ്ചശീവേലി നടക്കും. തുടർന്ന് രാവിലെ 10 മണി മുതൽ വിവിധ മേഖലകളിൽ നിന്നുള്ള കാവടി ആഘോഷം നടക്കും. ഉച്ചയ്ക്ക് 2:30 ശ്രീ ആറുകെട്ടി വിഷ്ണുമായ ചാത്തൻസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പ് നടക്കും. രാത്രി 7:30 അഴിമുഖത്ത് ആറാട്ട് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ വിശേഷൽ പൂജകൾക്ക് ശേഷം രാത്രി 9:30 ഭസ്മക്കാവടി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഇനി വാണിജ്യം. തൃപ്രയാർ അക്കാഡിയ ഗാലറിയുടെ 10ാം വാർഷികം ആഘോഷിച്ചു. നിരവധി പ്രമുഖർ പങ്കെടുത്ത പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നാട്ടിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവർക്കും വേണ്ടി ഉദ്ഘാടനം ചെയ്തതായിരുന്നു അറിയിക്കുകയാണ്. വളരെയൊരു അവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത് പോലെ ഈ 10 വർഷത്തിനുള്ളിൽ കോവിഡും പ്രളയവും ഒക്കെ ഉണ്ടായിട്ട് എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് വലിയ ഒരു ഇച്ഛാശക്തിയുടെയും കൂട്ടായ്മയുടെയും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്ന നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായ ഇലക്ട്രിക് സ്കൂട്ടറിന് അർഹനായ TS കുട്ടന് ചടങ്ങിൽ സ്കൂട്ടർ കൈമാറി. ഉപഭോക്താക്കൾക്കായി ഒരുക്കിയ മറ്റു സമ്മാനങ്ങളും വിതരണം ചെയ്തു. ജൂനിയർ ഹംസ, രാജു അതിയാരത്ത് തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാർഷികത്തിന് നമ്മൾ വിപുലമായ രീതിയിൽ നടത്തുമ്പോൾ ചെയറൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നിങ്ങൾ ആരും എത്തിയില്ല. അന്ന് കുറേ ഫംഗ്ഷനൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നിങ്ങൾക്ക് എത്താത്തതിൻ്റെ പേരിൽ നമ്മൾ ചെറിയ രീതിയിൽ എല്ലാവർക്കും ഇരിക്കാനുള്ള ചെയർ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതിന് ക്ഷമ ചോദിക്കണം. ചെറിയ രീതിയിൽ നമുക്ക് ഈ പരിപാടി പെട്ടെന്ന് നടത്തി അവസാനിപ്പിക്കാം. ഇതിൽ നിങ്ങൾക്ക് സമ്മാനം ലഭിച്ചവർക്ക് എന്തെങ്കിലും നമ്മളോട് സൂചിപ്പിക്കാനുണ്ടോ, സംസാരിക്കാനായിട്ടുണ്ടോ? ഇത് സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഈ കൂപ്പൺ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു. ആ കൂപ്പൺ നഷ്ടപ്പെട്ടിട്ടും എനിക്ക് ഈ പ്രൈസ് തരാൻ കാണിച്ച ഈ സ്ഥാപനത്തിൻ്റെ അണിയറ ഉള്ള എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇവിടുത്തെ സ്റ്റാഫുകൾക്കും നന്ദി പറയുന്നു. ജനുവരി 10-ാം തീയതി നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളടക്കം എല്ലാവരും പങ്കെടുത്തിരുന്നു. സമ്മാനം ലഭിച്ച എല്ലാവർക്കും ആശംസകളും നന്ദി അറിയിക്കുന്നു. ഇത് സംബന്ധിച്ച് എല്ലാ പരിപാടിയും നടത്തിയ മാനേജ്മെൻറ്റിനോടുള്ള നന്ദിയും അത് വീട്ടിലേക്ക് ആവശ്യമായ ഗ്യാസ് സ്റ്റൗ, മിക്സി, അയൺ ബോക്സ്, ഡിന്നർ സെറ്റുകൾ,
ക്രോക്കറി ഐറ്റംസ്, പ്രസന്റേഷൻ ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, സ്റ്റീൽ പാത്രങ്ങൾ, മറ്റ് എല്ലാ ഗൃഹോപകരണങ്ങളും മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭ്യമാണ്. തൃപ്പയാർ സെന്ററിന് തെക്ക് ഭാഗത്താണ് അക്കാഡിയ ഗാലറി. കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിലും അവരുടെ എല്ലാ കസ്റ്റമേഴ്സിനെയും നല്ല രീതിയിൽ പരിചരിച്ചുകൊണ്ട് വ്യാപാര രംഗത്ത് യാതൊരു കോട്ടങ്ങളുമില്ലാതെ അതീവ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത 66-ൽ പണി പൂർത്തിയാകുന്ന ഭാഗങ്ങൾ ഉടൻ ജനങ്ങൾക്ക് തുറന്നുകൊടുക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് നേരെയുണ്ടായ BJP ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വാടാനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള വാട്ടർ കിയോസ്കുകൾ നാടിന് സമർപ്പിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.